പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഏപ്രിൽ മാസം 17-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം. എക്സോഡസ് ചാപ്റ്റർ 12 വേഴ്സ് 13 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്ത് വരുത്തുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനത പെസഹ ദിനമായി ആചരിക്കുന്നു. നാം ഈ ദിനങ്ങളിൽ പഠിച്ചു വരുന്നതനുസരിച്ച് കഷ്ടാനുഭവ ആഴ്ചയിൽ 7-ാം ദിനം പെസഹ ദിനം, പെസഹ വ്യാഴം. എന്താണ് പെസഹ? അതിന്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ: പാസ് ഓവർ, കടന്നു പോക്ക്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? 430 വർഷം മിസ്രൈമ്യ ഫറവോന്യ അടിമത്വത്തിലായിരുന്ന ഇസ്രയേൽ ജനത്തെ വിമോചിപ്പിക്കുവാൻ ദൈവം പദ്ധതിയിട്ട് മോശ മിസ്രൈമിലെത്തുന്നു. എന്നാൽ ഫറവോൻ ദൈവജനത്തെ വിട്ടയക്കുവാൻ തയ്യാറാകുന്നില്ല. ആദ്യത്തെ 9 ബാധകളാൽ ഫറവോന്റെ ഹൃദയം കഠിനമാകും, വീണ്ടും മൃദുലമാകും. എന്നാൽ 10ാമത്തെ ബാധയാകുന്ന കടിഞ്ഞൂൽ സംഹാരം ദൈവം തന്നെ നേരിട്ട് ഇറങ്ങുകയാണ്. നാം 12-ാം അധ്യായം പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഊനമില്ലാത്ത 1 വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ അറുക്കണം. അതത് വീടുകളിന്റെ കട്ടള കുറുമ്പടിമേൽ ഈ കുഞ്ഞാടിന്റെ രക്തം പുരട്ടണം. അത് ഞാൻ രാത്രിയിൽ കടന്നു പോകുമ്പോൾ അടയാളമായിരിക്കും. അന്ന് രാത്രിയിൽ ഞാൻ മിസ്രൈമിലെ കടിഞ്ഞൂലുകളെ നശിപ്പിക്കും. ഫറവോന്റെ രാജകൊട്ടാരം മുതൽ കാരാഗ്രഹത്തിൽ കിടക്കുന്ന തടവുകാരന്റെ ഭവനം വരെ നിലവിളി ഉയർന്ന രാത്രി. അതുകൊണ്ട് ആ ബാധ നിങ്ങളെ ഏൽക്കാതിരിക്കത്തക്കവണ്ണം കുഞ്ഞാടിന്റെ രക്തം അടയാളമായിരിക്കണം. എന്റെ കടന്നുപോക്കിൽ നിങ്ങൾ വിടുതൽ പ്രാപിച്ചിരിക്കും. അതെ, വളരെ വ്യക്തമായി ഇസ്രായേൽ ജനത്തോട് മോശ മുഖാന്തരം ദൈവം അരുളി ചെയ്യുന്നു. അവരോട് പറയുകയാണ്, നിങ്ങൾ കയ്പിച്ചീരയോടുകൂടി പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ച് വടിയുമെടുത്ത് തിടുക്കത്തോടെ ഭക്ഷിക്കണം. ഏത് സമയത്തും ഒരു യാത്ര നമ്മുടെ മുമ്പിലുണ്ട്. ഉടനെ ഇറങ്ങിത്തിരിക്കണം. ആ നിലയിൽ നിങ്ങൾ തയ്യാറായി നിൽക്കണം. അതെ, അങ്ങനെ ഇതാ സ്വർഗത്തിലെ ദൈവം പറഞ്ഞതുപോലെ തന്നെ ആ രാത്രിയിൽ ഇറങ്ങുന്നു. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ അടയാളമുള്ള ഇസ്രായേലിയ ഭവനങ്ങൾ വിടുവിക്കപ്പെടുന്നു. ആ ഭവനങ്ങളിൽ വിരുന്ന്, സദ്യ പുറപ്പെടുവാനുള്ള തിടുക്കം നടക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ അടയാളം ഇല്ലാത്ത ഭവനങ്ങൾ അഥവാ മിസ്രൈമ്യ കുടുംബങ്ങളിൽ നിലവിളി ഉയരുകയാണ്. അതെ പ്രിയമുള്ളവരെ, താഴോട്ടുള്ള വാക്യങ്ങൾ പറയുകയാണ്, ഇത് തലമുറ തലമുറയായി
നിങ്ങൾ ആചരിക്കണം. അങ്ങനെ നാം പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. യേശുവാകുന്ന പെസഹ കുഞ്ഞാട്. അതെ, താൻ അത്താഴം ഒരുക്കുവാൻ തന്റെ ശിഷ്യന്മാരോട് പറയുകയും അവർ അത്താഴം ഒരുക്കുകയും അത്താഴത്തിൽ യേശു അവരുടെ കാലുകൾ കഴുകുകയും ചെയ്ത ശുശ്രൂഷയുടെ ഏറ്റവും ഉദാത്തമായ മാതൃകയുടെ ദിനമാണ് ഇന്നത്തെ ദിനം എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. കർത്താവ് വിളിച്ചു പറഞ്ഞു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏൽപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ആ ശുശ്രൂഷ എന്തെന്ന് മാനവലോകത്തിന് കാണിച്ചു കൊടുത്ത ധന്യമായ രാത്രിയായിരുന്നു. അതെ, യേശുവിന് ഈ രാത്രിയിൽ വിടുതൽ പ്രാപിക്കാമായിരുന്നു. ഇസ്കറിയോത്തായ യൂദായെ എന്നേക്കുമായി ഇല്ലാതാക്കുമായിരുന്നു. കർത്താവ് തന്നെ ഗത്സമന തോട്ടത്തിൽ പറയുന്നുണ്ട്, ഞാൻ ആവശ്യപ്പെട്ടാൽ എന്റെ പിതാവ് ധാരാളം ദൂതന്മാരെ അയക്കും. അതെ, ഇന്നത്തെ ദിനത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതൊന്നും യേശു ചെയ്യാതെ താനാകുന്ന യഥാർത്ഥ പെസഹ അറുക്കപ്പെടുവാനായി യേശു തന്നെ തന്നെ സമർപ്പിച്ച ദിനം കൂടെയാണ് ഈ പെസഹ ദിനത്തിന്റെ സ്മരണ നിലനിർത്തുന്ന ധന്യമായ ദിനം. അതെ പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ യേശു ഗത്സമന തോട്ടത്തിൽ ചെന്ന് തന്നെ ശിഷ്യന്മാരുമായി പോയി പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങി ആശ്വസിക്കുകയാ. യേശു പ്രാണവേദനയോടെ അതിദുഃഖത്തോടെ തന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി ഭൂമിയിൽ വീണു. ദൂതന്മാർ യേശുവിനെ ശുശ്രൂഷിച്ചു. ഇവയെല്ലാം നടന്ന ധന്യമായ ദിനമാണ്. അങ്ങനെയെങ്കിൽ ഈ ദിനത്തിൽ ജീവജലം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. പ്രിയ സഹോദരങ്ങളെ, വർഷങ്ങളായി നാം ഈ ആചാര അനുഷ്ഠാനങ്ങൾ കർമ്മങ്ങൾ ഒക്കെ ചെയ്യുന്നു, നല്ലത് തന്നെ. യേശുവിന്റെ രക്തം എന്റെ നെറ്റിമേൽ അടയാളമായി ഉണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, സഭയുടെ മേൽ, ഭവനത്തിന്മേൽ അടയാളമായി ഉണ്ടോ? നാം ഓർക്കേണ്ടത് വളരെ പരമപ്രധാനമായ കാര്യമാണ്. പലപ്പോഴും യേശുവിന്റെ രക്തത്തിന്റെ അടയാളമല്ല നമ്മുടെ നെറ്റിമേൽ ഉള്ളത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഭവനങ്ങൾ യേശുവിന്റെ രക്തത്തിന്റെ അടയാളം ഉണ്ടായിരിക്കട്ടെ. സംഹാരകൻ കയറാതെ അടുക്കാതെ നമ്മുടെ ഭവനത്തിൽ നിലവിളി ഉയരാതെ ദൈവകൃപയുടെ മഹത്വം, ആരാധനയുടെ മഹത്വം, വലിയ സന്തോഷത്തിന്റെ മഹത്വം നമ്മുടെ ഭവനങ്ങളിൽ വിരാജിക്കട്ടെ. അതിനു വേണ്ടത് ഈ പെസഹ യഥാർത്ഥമായി ഞാനും നിങ്ങളും ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. അതെ പ്രിയമുള്ളവരെ, ഈ പെസഹ എന്ന യഥാർത്ഥ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാം. അതെ, ഈ പെസഹ കുഞ്ഞാട് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് പുറകിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടിരിക്കുന്നു. അതെ, ആ കുഞ്ഞാടിന്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ തലമുറയിൽ മുദ്രയായി കിടക്കുന്നിടത്തോളം കാലം ഒരു ശത്രുവിനും, ഒരു പിശാചിനും, ഒരു സാത്താനും നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കാരണം ഈ രക്തത്തിന്റെ അടയാളം ഒരു വലിയ ശക്തിയാണ്. ഹല്ലേലൂയ! പിശാച് ഭയന്നിരിക്കും, പിശാച് തൊടുകയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് അവരവർ ചിന്തിക്കുക, എന്റെ ഭവനത്തിൽ യേശുവിന്റെ രക്തത്തിന്റെ അടയാളമുണ്ടോ? ഇല്ല എന്ന്, ഉണ്ട് എന്ന് ഹൃദയത്തിൽ തോന്നുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ യഥാസ്ഥാനപ്പെടുക. ഈ പെസഹായുടെ യഥാർത്ഥ മഹത്വം നമ്മുടെ ഭവനങ്ങളിലേക്ക് ആവഹിക്കാം, സ്വീകരിക്കാം, പ്രയോജനപ്പെടുത്താം. മറ്റുള്ളവരിലേക്ക് നമുക്കത് പകരാം. അല്ലാതെ ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം മുഴുകാതെ കർത്താവിന് വേണ്ടി ജീവിതത്തെ വിട്ടുകൊടുക്കാം. ഈ ദിനത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ്, അതെ, പെസഹ കുഞ്ഞാടിനെ അറുത്തതിന്റെ സിംബലായി ഇതാ കർത്താവ് അപ്പമെടുത്തു വാഴ്ത്തിക്കൊടുക്കുന്നു, വീഞ്ഞെടുത്ത് വാഴ്ത്തിക്കൊടുത്തിട്ട് പറയുകയാണ്,
ഇത് എന്റെ ശരീരം, ഇത് എന്റെ രക്തം, ഞാൻ വരും വരെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഭൂമിയിൽ കർത്തൃമേശ കമ്മ്യൂണിയൻ സർവീസ് ആദ്യമായി കർത്താവിനാൽ ആചരിക്കപ്പെട്ട് നമുക്ക് സ്ഥാപിക്കപ്പെട്ട മഹൽ ദിനം കൂടെയാണ് ഈ പെസഹ ദിനം. അങ്ങനെയെങ്കിൽ ആ കർത്തൃമേശ നാം വളരെ പ്രാർത്ഥനയോടെ ഉൾക്കൊള്ളണം. ഒരു വർഷം ഒരു വിധത്തിലും നാം കർത്തൃമേശയിൽ പങ്കുചേരാതെ നമുക്ക് കർത്തൃമേശ എടുക്കുവാൻ ആരോഗ്യമുണ്ട്, നമ്മുടെ ആരാധനാലയങ്ങളിൽ സൗകര്യമുണ്ട്, അതിന് പോകാനുള്ള വാഹന സൗകര്യം എല്ലാം ഉണ്ടായിട്ടും പോകാതെ നിന്നിട്ട് വർഷത്തിൽ ഒരിക്കൽ പെസഹ വ്യാഴാഴ്ച സഭ മുഴുവനെ ഇളകി വന്ന് കർത്തൃമേശ കൈക്കൊള്ളുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല. അതിന്റെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നാം ഈ കർത്തൃമേശയിൽ പങ്കുചേരണം. അതെ, കൊരിന്ത്യർ ലേഖനത്തിൽ പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അയോഗ്യമായി അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ ഓഹരിക്കാരാകുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങളിൽ പലരും രോഗികളായിത്തീരുന്നു, പലരും മരണത്തിന് തന്നെ അടിമപ്പെടുന്നു. പ്രിയമുള്ളവരെ, നാം ആചാര അനുഷ്ഠാനങ്ങൾ ഓടി നടന്ന് ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് തന്നെ ദൈവകോപം ഛർദിച്ചു വെക്കുന്നു എന്നുള്ള വചനം മറന്നു പോകരുത്. അതുകൊണ്ട് യഥാർത്ഥ പെസഹ കുഞ്ഞാടാകുന്ന യേശു അപ്പച്ചന്റെ രക്തം നമ്മുടെ ഭവനങ്ങളിൽ, കുടുംബാംഗങ്ങളിൽ, സഭയിൽ, ദേശത്ത് തലമുറയിൽ വീഴുവാൻ, അതിൽ കൂടെ സാത്താന്റെ സകലവിധ തന്ത്രങ്ങളിൽ നിന്നും വിമോചനം പ്രാപിക്കുവാൻ ഈ വർഷത്തെ പെസഹ ദിനം നമുക്ക് ഇടയാകട്ടെ. അങ്ങനെ ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി ഞാൻ നിങ്ങളും ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, കർത്താവിന് നല്ല സാക്ഷികളാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അങ്ങനെ പെസഹായുടെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊള്ളുകയും അത് അന്വർത്ഥമാക്കുകയും ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി സാക്ഷ്യമുള്ള ജീവിതം ജ്വലിക്കുന്ന ജ്യോതിസുകളായി നിലകൊള്ളുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2000 വർഷങ്ങൾക്ക് പുറകിൽ ഇന്നെന്ന പോലൊരു ദിവസം തന്റെ ശിഷ്യന്മാരുടെ മുമ്പാകെ താൻ അപ്പവും വീഞ്ഞുമെടുത്ത് തന്റെ മാംസ ശരീര രക്തങ്ങളായി വാഴ്ത്തു നിറുക്കി കൊടുത്ത് അങ്ങനെ കർത്തൃമേശ സ്ഥാപിച്ച ഈ ധന്യദിനം മാനവലോകത്തിനു വേണ്ടി ഒരു പെസഹ കുഞ്ഞാട് അറുക്കാൻ പോകുവാണെന്ന് താൻ തന്നെ ശിഷ്യന്മാരുടെ മുമ്പാകെ വെളിപ്പെടുത്തിയ ദിനം, എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ആ കുഞ്ഞാട് അറുക്കപ്പെടുവാൻ തന്നെ തന്നെ വിട്ടുകൊടുത്ത ദിനം, ഇങ്ങനെ നിരവധി അനവധി പ്രത്യേകതകളുള്ള ഈ ദിനം പ്രാർത്ഥനയോടെ പ്രവേശിപ്പാൻ ഞങ്ങൾക്കും ഒരു വർഷം കൂടെ ദീർഘമാക്കിയതിനായി സ്തോത്രം. ആകയാൽ ഊനമില്ലാത്ത ഈ ധന്യമായ കുഞ്ഞാടിന്റെ രക്തം ഞങ്ങളുടെ നെറ്റിമേൽ തളിക്കപ്പെട്ടവരായി, ഭവനങ്ങളുടെ മേൽ തളിക്കപ്പെട്ടവരായി വചനപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെ ദിനമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയോടെ കാത്തു പരിപാലിക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, നാം യഥാർത്ഥ പെസഹ ആകുന്ന യേശു എന്ന കുഞ്ഞാടിന്റെ രക്തം നെറ്റിമേൽ തളിക്കപ്പെട്ടവരായി അതിന്റെ പൂർണ്ണ സ്ഥിതിയിൽ കർത്താവിനെ സേവിപ്പാനും അനേകരെ കർത്താവിലേക്ക് ആനയിപ്പാനും ഈ ദിനം ഇടയാവട്ടെ. അങ്ങനെ യഥാർത്ഥ സാക്ഷ്യത്തിന്റെ ഉടമകളായി ഈ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതിലൂടെ ഞാൻ രക്ഷിക്കപ്പെടുകയും കർത്താവിന്റെ
നിത്യരാജ്യത്തിന്റെ അംശയാവുകയും ചെയ്യുന്നുള്ള ഉത്തമ ബോധ്യത്തോടും തിരിച്ചറിവോടും കൂടെ വരുന്ന ആളുകൾ കർത്താവിന് വേണ്ടി സേവനം ചെയ്യുവാൻ നമ്മെ പരിപൂർണമായി വിട്ടുകൊടുക്കാം. അതിന് ഇന്നത്തെ ദിനം, ഇന്നത്തെ ജീവജല ധ്യാന ചിന്ത നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് us all.